ഹലോ, നിങ്ങൾ ഈ കാണുന്നത് ഇന്ന് MR ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഒരു 5 കിലോൻ്റെ അജ്മീൻ്റെ പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ എടുത്തപ്പോൾ മേലെ ഇങ്ങനെ പൊടി ഇങ്ങനെ ആകുന്നുണ്ടായിരുന്നു. ഞാൻ കരുതി ഈ പുറത്തുള്ള പൊടിയാണെന്നൊക്കെ കരുതി. വീണ്ടും ഞാനിതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഈ പത്തിരിപ്പൊടിൻ്റെ പേക്കത്തിൻ്റെ മുകളിൽ ഒന്നായിട്ട് നിങ്ങൾ കാണാൻ പറ്റുക, ഇതേപോലെ സൂചി കൊണ്ട് അവർ കുത്തിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്, ഒരു 10-15 സ്ഥലത്ത് ഈ കുത്തൽ കാണുന്നുണ്ട്. ഏതെന്താന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് അവിടെ നിന്ന് ശ്രദ്ധിച്ചപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഷെൽഫിൽ ഇത് ക്ലിയറാക്കി അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതാക്കുന്ന, ഇവിടെ ഒക്കെ ഇതാക്കുന്ന ഷെൽഫിൽ ക്ലിയറാക്കി അടുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ഒഴിവായി കഴിഞ്ഞാൽ ഇവർക്ക് നല്ലപോലെ വൃത്തിയിൽ ഇത് വെക്കാൻ പറ്റും. നോക്കുമ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഇതേപോലെ ഇവർ കുത്തി തോളാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോവും. ഇത് പത്തിരിപ്പൊടിയാണ്, ഈ പത്തിരിപ്പൊടി തണുത്ത് പോകുന്ന പ്രശ്നമുണ്ട്. ഇത് പുറത്തുള്ള വായു ഉള്ളിൽ കയറിയിട്ട് ഇതിലുള്ള കെമിക്കലുമായിട്ട് ഇതായിട്ട് വേറെ എന്തെങ്കിലും രാസപ്രവർത്തനം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തികളിൽ നിന്നും ഇവർ പിന്മാറണം. നമ്മൾ മാക്സിമം ചെയ്യണത് ഈ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവർ തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാനിത് വീട്ടിൽ വന്നതിന് ശേഷമാണ് കാണുന്നത്. എനിവേ ഞാനിപ്പം തന്നെ അവരെ വിളിച്ച് ഇത് ഞാൻ ഇൻഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇനി ഇവരിൽ നിന്നില്ല ഒരാളും തന്നെ ഈ പരിപാടിക്ക് മുമ്പോട്ട് വരരുത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇതുണ്ടോ, ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഹോളിലൂടെ ഇതുണ്ടോ, ഈ ഹോളിലൂടെ പുറത്തേക്ക് പോകുന്നത് പത്തിരിപ്പൊടിയാണ്, എയറാണ്. ഇതൊക്കെ കണ്ടോ, അതിൻ്റെ കൈമലൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇവർ ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടായൊരു പ്രശ്നമാണ്. എനിവേ